എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ എയ്സും നമ്മുടെ ഫ്രണ്ടും അവർ രണ്ടുപേരും ഓട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അവരുടെ തൊട്ടു പിന്നിലായിട്ട് ആ ഒരു ടൈഗർ. അവർ രണ്ടുപേരും ഇപ്പൊ വീണ്ടും മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. അവരിൽ ആരാണ് കൂടുതൽ പവർഫുൾ, സ്ട്രോങ് എന്നറിയാനായിട്ട് ആ ഒരു ടൈഗറിനെ അതിനെ ബീറ്റ് ചെയ്ത് തോൽപ്പിക്കാനായിരിക്കും അവരിപ്പോ അതിന് നേർക്ക് വരിക. ഈസാണെങ്കിൽ അവിടെ കിടന്ന ഒരു വലിയ റാഡ് അതെടുത്ത് അതിന്റെ തലയ്ക്ക് ആഞ്ഞടിക്കും. പക്ഷെ അത് സിമ്പിൾ ആയിട്ട് റാഡ് തട്ടിത്തെറിപ്പിക്കുകയാണ്. ഇവിടെ ഫ്രണ്ട് ആണെങ്കിൽ ഒരു മരം അതങ്ങനെ വലിച്ചു കെട്ടി അത് ഓടി വരുമ്പോ അതിന് നേർക്ക് കട്ട് ചെയ്ത് വിടും. ഇരുമ്പ് വന്ന് അടിച്ചിട്ട് പോലും ഒരു പോറല് പോലും ഏൽക്കാത്ത ആ ടൈഗറിന് മരമൊന്നും ഒരു വലിയ പ്രശ്നമേ അല്ല. അത് ആ മരത്തിനെയും തട്ടിമാറ്റി ഇപ്പൊ സ്മൂത്ത് ആയിട്ട് കാട്ടിലേക്ക് കയറി ഓടും. അങ്ങനെ ആശാമാർ രണ്ടുപേരും ഇപ്പൊ തോറ്റ് ഒരു ഭാഗത്തിരിക്കുകയാണ്. ഇവിടെ ഫ്രണ്ടിന്റെ മനസ്സിൽ ലൂഫിയെ കുറിച്ചുള്ള ചിന്തയാണ്. കാരണം ലൂഫിയും ഇവർ രണ്ടുപേരും ഇപ്പൊ രണ്ട് ടീമായിട്ട് പിരിഞ്ഞു കഴിഞ്ഞു. ലൂഫി എവിടെയായിരിക്കും? അവൻ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഇനി എന്തെങ്കിലും അപകടം അവന് പറ്റിയിട്ടുണ്ടാവോ? എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട് അവൻ കാര്യമായിട്ട് കണക്ക് കൂട്ടും. പക്ഷെ എയ്സിനാണെങ്കിൽ അങ്ങനെ ഒരു ചിന്തയുമില്ല. എനിക്ക് അവനെ കുറിച്ച് അറിയണ്ട, അവൻ എവിടെയെങ്കിലും പോയിക്കോട്ടെ. അങ്ങനെ ഒരാള് നമ്മുടെ ഫ്രണ്ട് അല്ലാന്ന് പറഞ്ഞ് അവര് നടന്നു വരുമ്പോഴായിരിക്കും വലിയൊരു മരം അവരുടെ മുകളിലേക്ക് അങ്ങനെ കടപുഴകി വീഴുക. അവരാണെങ്കിൽ ജസ്റ്റ് മിസ്സിന് അതിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടും. അപ്പോഴായിരിക്കും നമ്മുടെ ചെക്കൻ ലൂഫി അവൻ ചാടി വരിക. ഹായ് ഗായ്സ്, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ചെറിയൊരു അബദ്ധം പറ്റിയതാണ്, ഒന്നും തോന്നരുത്. ലൂഫിക്കാണെങ്കിൽ അവരെ കണ്ട് ഭയങ്കര സന്തോഷാവും. ലൂഫി ഇപ്പോ അവർ രണ്ടുപേരെയും അവന്റെ ഹൈഡ് ഔട്ടിലേക്ക് ക്ഷണിക്കും. ലൂഫി ഇപ്പോൾ ഉള്ളത് ആ ഗ്രാൻഡ് പേയുടെ കൂടെയാണ്. അവർ രണ്ടുപേരും ട്രെയിനിങ് എടുത്തും ഫുഡ് കഴിച്ചും മൃഗങ്ങളെ വേട്ടയാടിയൊക്കെ ഹാപ്പി ആയിട്ട് ഒരു സ്ഥലത്ത് കഴിയാണ്. ലൂഫി ആണെങ്കിൽ ഞാൻ ട്രെയിനിങ് എടുക്കുന്നത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൻ വരച്ചു വെച്ച ടൈഗറിന്റെ ഒരു ഫോട്ടോ അതിലേക്ക് ആഞ്ഞടിക്കും. പക്ഷെ കൈ ജസ്റ്റ് മിസ്സിന് തെന്നി മാറി ആ ഗ്രാൻഡ് പേയുടെ മുഖത്തായിരിക്കും അവന്റെ കൈ വന്ന് ആഞ്ഞടിക്കുക. ഫ്രണ്ട് പറയും, വാവ്, നിനക്ക് ഇത്രയും ദിവസം കൊണ്ട് ഇത്ര ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായല്ലേ. ഇവിടെ എയ്സ് ആണെങ്കിൽ ആ ഗ്രാൻഡ് പയോട് ചോദിക്കും, നിങ്ങൾ എന്ത് ട്രെയിനിങ് ആണ് ലൂഫിക്ക് കൊടുത്തത്? അതിന് ഗ്രാൻഡ് പ പറയും, വലുതായിട്ടൊന്നുമില്ല, പ്രാക്സ് അവന്റെ കയ്യിൽ കൊടുത്ത് ഡെയിലി അവനോട് ഞാൻ മരം വെട്ടാൻ പറഞ്ഞു, അതാണ് ഞാൻ കൊടുത്ത ട്രെയിനിങ്. എയ്സ് വീണ്ടും ഇപ്പൊ അവന്റെ പപ്പയെ കുറിച്ച് ഗ്രാൻഡ് പയോട് ചോദിക്കും. നിങ്ങൾക്കും ആക്ച്വലി എന്റെ പപ്പയോട് വെറുപ്പാണല്ലേ? അത് കേട്ട് ഗ്രാൻഡ് പ ഇപ്പൊ എയ്സിനെ നോക്കും. ആക്ച്വലി ഞാൻ ഫൈറ്റ് ചെയ്ത് തോറ്റുപോയതിൽ എനിക്ക് വിഷമമുണ്ട്. എനിക്ക് നിന്റെ പപ്പ കോൾഡി റോജറിനെ ഭയങ്കര ഇഷ്ടമാണ്. ആളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് അഭിമാനമാണ്. അത്രയും പവറും കഴിവുമുള്ള ഒരാളെയും ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. എയ്സിനാണെങ്കിൽ അത് കേട്ട് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോഴായിരിക്കും യഥാർത്ഥത്തിൽ നടന്ന കാര്യം അദ്ദേഹം പറയാ. ആക്ച്വലി രണ്ട് പൈററ്റ്സ് ടീമുകൾ ഏറ്റുമുട്ടുമ്പോൾ തോറ്റുപോകുന്ന പൈററ്റ്സുകളെ മുഴുവനായിട്ടും ജയിച്ച പൈററ്റ്സ് ടീം ഇല്ലാതാക്കും. അങ്ങനെ കോൾഡ് റോജറുമായി തോറ്റുപോയ നമ്മുടെ ഗ്രാൻഡ് പേയും ആളുടെ ടീമും അവരെ കൊല്ലാനായിട്ട് കോൾഡ് റോജർ അടുത്തേക്ക് വരും. അത് കണ്ട ഗ്രാൻഡ് പാ ഇപ്പൊ കോൾഡി റോജറിന്റെ കാലിൽ വീണ് കെഞ്ചും, പ്ലീസ് ദയവ് ചെയ്ത് എന്റെ ക്രൂമേറ്റ്സിനെ അവരെ ഒന്നും ചെയ്യരുത്. നിനക്ക് വേണമെങ്കിൽ എന്റെ തല അത് അറുത്തെടുക്കാം, പക്ഷെ അവരെ മാത്രം നീ വിട്ടയക്കണം. ഓൺ ദ സ്പോട്ട് റോജർ ആരെയും കൊല്ലാതെ അവിടുന്ന് കടന്നുപോയി. കട്ട് ചെയ്താ ഇവിടെ എയ്സ് അവൻ ടെൻഷനായിട്ട് പറയും, നീ മാത്രമേ കോൾഡ് റോജറിനെ കുറിച്ച് നല്ല കാര്യം പറഞ്ഞിട്ടുള്ളൂ, ബാക്കി എല്ലാവർക്കും ആളെ ഇഷ്ടമല്ല. അതിനാ ഗ്രാൻഡ് പ പറയും, അവരിൽ ആരെങ്കിലും ഒരാളെങ്കിലും കോൾഡി റോജറിനെ കണ്ടിട്ടുണ്ടോ? ആളുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ? ആക്ച്വലി അദ്ദേഹത്തെ നേരിട്ട് കണ്ടവരും ഫൈറ്റ് ചെയ്തവരും ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും പറയില്ല. അവർക്ക് ആക്ച്വലി അദ്ദേഹത്തോട് അസൂയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മാക്സിമം അദ്ദേഹത്തെ വളരെ ബാഡായിട്ട് ചിത്രീകരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ മകനായി പറഞ്ഞ അത് വലിയൊരു തലവേദനയാണ്. ജനങ്ങളും നേവിക്കാരും പൈററ്റ്സും എല്ലാവരും വിടാതെ വേട്ടയാടും. അദ്ദേഹത്തിന്റെ മകനാകുന്നത് ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയും. അത് കേട്ട് എയ്സിന് ട്രിഗർ ആവും. അവൻ വലിയൊരു സ്റ്റിക്ക് എടുത്ത് ഇപ്പൊ ഗ്രാൻഡ് പേ അടിക്കാനായിട്ട് ചാടി വീഴും. അതിന് ഗ്രാൻഡ് പ പറയും, ഫൈറ്റ് ചെയ്ത് നീ തോൽക്കുകയാണെങ്കിൽ എനിക്ക് നിന്നെ കൊല്ലേണ്ടി വരും. നിന്റെ ജീവൻ കളയാൻ നീ തയ്യാറാണോ? അതിന് എയ്സ് അവൻ ഉറപ്പിച്ചു പറയും, അതൊരു കാരണവശാലും ഫൈറ്റിൽ ഞാൻ തോൽക്കില്ല. അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് എയ്സ് ഇപ്പൊ ഗ്രാൻഡ് പേയെ തോൽപ്പിക്കും. ഉടനെ ഗ്രാൻഡ് പേ ആണെങ്കിൽ എയ്സിനെയും ഫ്രണ്ടിനെയും അവരെ രണ്ടുപേരെയും കൂട്ടി ഒരു ഗുഹയ്ക്കകത്തേക്ക് പോകും. ദൂരത്തായിട്ട് ആ ഗുഹയ്ക്കുള്ളില് ഒരു വലിയ പൈററ്റ് കപ്പല്. വർഷങ്ങളായിട്ട് എന്റെ കഷ്ടപ്പാടാണിത്. നിങ്ങൾ കൂടെ എന്നെ സഹായിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാം. എനിക്ക് ഈ ഷിപ്പ് എത്രയും പെട്ടെന്ന് റെഡിയാക്കി കടലിലേക്ക് പോകണം. നഷ്ടപ്പെട്ടു പോയ എന്റെ ക്രൂമേറ്റ്സിനെ കണ്ടെത്തി ഒരുമിപ്പിക്കണം. നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ടൈഗറിനെ പിടിക്കാൻ ഞാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഉടനെ നമ്മുടെ ആൾക്കാരും അതിന് ഓക്കെ പറയും. നെക്സ്റ്റ് ഡേ മുതൽ അപ്പൂപ്പനെ നമ്മുടെ ആൾക്കാർ 3 പേരും ചേർന്ന് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങും. അതിന് പകരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അപ്പൂപ്പനാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കും, പഠിപ്പിച്ചു കൊടുക്കും. ഇപ്പോഴായിരിക്കും ഗ്രാൻഡ് പാ ഒരു പ്രധാനപ്പെട്ട കാര്യം അവരോട് പറയാ. നിങ്ങളുടെ 3 പേരുടെ ലക്ഷ്യം സ്ട്രോങ് ആവണം,
എന്നത് മാത്രമാണ്. ഒരു നല്ല പൈലറ്റ് ആള് സ്ട്രോങ് മാത്രമായ പോരാ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടെന്ന് പറഞ്ഞ് ആളിപ്പോ തലചൊറിയും. ലൂഫി ആകാംക്ഷയില് അങ്ങനെ ഒരു കാര്യമുണ്ടോ, അതെന്താ ചോദിക്കും. ആള് പറയും ഐ എം സോറി, ഞാൻ മറന്നുപോയി. പക്ഷെ നമ്മുടെ ഏസ് അവനിപ്പോ എന്തോ ഒരു കാര്യം പിടികിട്ടി ഗ്രാൻഡ് പേ തന്നെ കാര്യമായിട്ട് നോക്കും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ എല്ലാവരും നൈറ്റ് മൂടി പൊതച്ച് കിടന്ന് ഉറങ്ങാണ്. പക്ഷെ ഏസിന് മാത്രം ഉറക്കമില്ല. അവൻ ശബ്ദം ഉണ്ടാക്കാതെ എഴുന്നേറ്റ് ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ആ ഗ്രാൻഡ് പേയുടെ അടുത്തേക്ക് വരും. ഗ്രാൻഡ് പേ ആണെങ്കിൽ ഇപ്പോഴും ആ കപ്പല് അത് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രാൻഡ് പേ അവനെ കണ്ട് ചോദിക്കും, എന്തു പറ്റി, നിനക്ക് ഉറക്കമൊന്നുമില്ലേ? ഉടനെ ഏസ്, നിങ്ങൾ അവസാനമായിട്ട് പറഞ്ഞൊരു കാര്യം അത് സത്യത്തില് എനിക്ക് ഉറക്കം തരുന്നില്ല. ആക്ച്വലി നല്ലൊരു പൈലറ്റിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ, അതെന്താണ്? അതിനാ ഗ്രാൻഡ് പേ പറയും, എന്തോ ഒരു ക്വാളിറ്റി ഉണ്ട്, ഞാനത് മറന്നുപോയി. പക്ഷെ ഒരു കാര്യം പറയാം, ഞാൻ ഒരിക്കലും ഒരു നല്ല ക്യാപ്റ്റൻ ആയിരുന്നില്ല. പക്ഷേ എന്റെ ടീംമേറ്റ്സ് ഒരിക്കലും എന്നെ തള്ളി പറഞ്ഞിട്ടില്ല. അവരെന്നെ അവസാന സമയം വരെ ക്യാപ്റ്റൻ എന്ന് തന്നെയാണ് വിളിച്ചത്. അതിൽ നിന്ന് ഏസിന് ഒരു കാര്യം പിടികിട്ടും, ക്യാപ്റ്റൻ എന്ന് നമ്മൾ സ്വയം പ്രഖ്യാപിച്ചിട്ട് യാതൊരു കാര്യമില്ല, മറ്റുള്ളവർ നമ്മൾ അംഗീകരിക്കണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് ആ ഒരു കപ്പലിന്റെ പണി മുഴുവനായിട്ട് തീർത്തു. കപ്പൽ അങ്ങനെ തള്ളി അവര് കടലിലേക്ക് ഇറക്കും. ലൂഫി ചോദിക്കും, ഗ്രാൻഡ് പാ, നിങ്ങൾ കടലിലേക്ക് പോവാണോ? അതിനാള് പറയും, പോവാണ്, പക്ഷെ അതിനു മുൻപ് എനിക്ക് നിങ്ങൾക്ക് തന്ന വാക്ക് അത് പാലിക്കണം. നിങ്ങളുടെ ട്രെയിനിങ് അത് പൂർത്തിയാക്കി നിങ്ങളെ കൊണ്ട് തന്നെ ആ ഒരു ടൈഗറിനെ അതിനെ എനിക്ക് കൊല്ലണം. അങ്ങനെ ഫുൾ പവറിൽ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് നമ്മുടെ ആൾക്കാർ ആ കൊടും കാട്ടിലേക്ക് വരികയാണ്. ഒരുപാട് ദൂരം മുൻപോട്ടേക്ക് വരുമ്പോൾ അങ്ങ് ദൂരത്തായിട്ട് ആ ഒരു ടൈഗർ അത് മുരളുന്ന ശബ്ദം കേൾക്കും. അവർ കുറച്ചുകൂടെ അടുത്തേക്ക് നടന്നു വരും. അപ്പൊ അവർ കാണും ആ ടൈഗർ അതങ്ങനെ മുരച്ച് അവർക്ക് നേരെ നടന്നു വരികയാണ്. ഇതെല്ലാം കണ്ട് ആ ഗ്രാൻഡ് പേ ആണെങ്കിൽ മരത്തിന് മുകളിൽ നിൽക്കും. എയ്സ് ആണെങ്കിൽ ഞാൻ ആദ്യം അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ ചാടി വന്ന് അതിനെ അടിക്കാൻ ശ്രമിക്കും. ടൈഗർ ആണെങ്കിൽ അതിന്റെ വാല് കറക്കി ഇപ്പൊ എയ്സിനെ അടിച്ച് തെറിപ്പിക്കും. അടുത്തതായിട്ട് നമ്മുടെ ഫ്രണ്ട് അവന്റെ കയ്യിലെ ചൂണ്ടക്കണ്ണി അതതിന്റെ കഴുത്തിലിട്ട് വലിച്ചു മുറുക്കി അവന്റെ അടുത്തേക്ക് വലിക്കും. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യും. പക്ഷെ ടൈഗർ ആണെങ്കിൽ ആ ചരട് പിടിച്ച് വലിച്ച് അവനെ ദൂരേക്ക് കറക്കി എറിയും. അവസാനമായിട്ട് നമ്മുടെ ലൂഫി അതാണെങ്കിൽ ഭ്രാന്തളകി ലൂഫിയുടെ തൊട്ടടുത്തേക്ക് പാഞ്ഞെത്തുകയാണ്. ലൂഫിക്കാണെങ്കിൽ അത് ക്ലോസ് എത്തുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയാവും. അവൻ ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് അങ്ങനെ ഇരിക്കും. അത് കൈ നീട്ടി ആഞ്ഞടിക്കും. ആ ഗ്യാപ്പിൽ ഫ്രണ്ടും എയ്സും അവരോടി വന്ന് അതിന്റെ കൈ അങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. എയ്സ് ആണെങ്കിൽ കോമ്പറ്റീഷൻ ഇത്രയും ടഫ് ആവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. എയ്സ് പറയും, ഒരു കാരണവശാലും നമ്മൾ തോൽക്കാൻ പാടില്ല, നമ്മൾ ജയിക്കണം എന്ന് പറഞ്ഞ് അവർ 3 പേരും നല്ല ഫോഴ്സിൽ ആ കൈ മുകളിലേക്ക് പുൾ ചെയ്ത് 3 വശത്തേക്ക് ഓടും. എയ്സ് കാര്യമായിട്ട് പ്ലാൻ ചെയ്ത് നമ്മുടെ ഫ്രണ്ടിനോട് അതിനെ ഡൈവേർട്ട് ചെയ്യാൻ പറയും. അതേസമയം ലൂഫി എയ്സും ഇപ്പൊ കുറച്ച് മരങ്ങൾക്കിടയിലേക്ക് വരും. ലൂഫി ആണെങ്കിൽ അവന്റെ കൈ അങ്ങനെ നീട്ടി 2 മരത്തിൽ വലിച്ചു പിടിക്കും. സെൻട്രലായിട്ട് എയ്സിനെ നിർത്തും. കറക്റ്റ് ടൈം നമ്മുടെ ഫ്രണ്ട് ആ ടൈഗറിനെ ഓടിച്ച് എയ്സിന്റെ മുൻപിലേക്ക് കൊണ്ടുവന്നെത്തിക്കും. അടുത്ത നിമിഷം ലൂഫി അങ്ങനെ ഫോഴ്സിൽ എയ്സിനെ ആ ടൈഗറിന്റെ ദേഹത്തേക്ക് ആഞ്ഞു തെറിപ്പിക്കും. എയ്സ് പവറിൽ വന്ന് അതിനെ ആഞ്ഞെട്ടിക്കും. ആ ഒരു ഇടിയില് ഇപ്പൊ ടൈഗറിന്റെ കാറ്റ് പോയി അത് അടിച്ച് താഴെ വീഴും. ടൈഗറിന്റെ കാറ്റ് പോയതും എല്ലാവരും സന്തോഷത്തിൽ തുള്ളിച്ചാടും. പക്ഷെ അപ്പോഴായിരിക്കും അവര് വേറൊരു കാര്യം ആലോചിക്കുക, എയ്സ് ആണ് ടൈഗറിനെ കൊന്നത്. സോ ഇന്നു മുതൽ അവരുടെ ക്യാപ്റ്റൻ അത് എയ്സ് ആണ്. അതിന് എയ്സ് പറയും, ഒരിക്കലുമല്ല, നമ്മൾ 3 പേരും കറക്റ്റായിട്ട് ശ്രമിച്ചതുകൊണ്ടാണ് അതിനെ കൊല്ലാൻ കഴിഞ്ഞത്. സോ ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ ഒന്നും ആയിട്ടില്ല. ഗ്രാൻഡ് പയ്ക്ക് ആണെങ്കിൽ അവരുടെ വിജയമൊക്കെ കണ്ട് ഭയങ്കര ചാരിതാർത്ഥ്യം തോന്നും. ഗ്രാൻഡ് പ അവരോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പുതിയൊരു പൈലറ്റ് കൊടി അവർക്ക് കാണിച്ചു കൊടുക്കും. അത് കപ്പലിൽ ഫിറ്റ് ചെയ്ത് അങ്ങനെ മുൻപോട്ടേക്ക് പോവാണ്. കട്ട് ചെയ്ത ഇപ്പൊ ബ്ലൂച പൈലറ്റ്സിനെ കാണിക്കും. അതിലെ ആ മെയിൻ ക്യാപ്റ്റൻ ആള് പറയും, എത്രയും പെട്ടെന്ന് ആ പയ്യനെ കണ്ടുപിടിക്കണം, അവന്റെ പപ്പയുടെ കയ്യിൽ അവനെ തിരികെ ഏൽപ്പിക്കേണ്ട സമയമായി എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.